നമുക്കിന്നേ ഒരു ചക്ക വെട്ടുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? നോക്കാം. വലുതല്ലേ പോകരുതേ. അത് അപ്പം ഇതുണ്ടോ ഇന്ന് നമുക്ക് പിടിച്ചെടുത്തോണ്ട് പോകാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് വലിയ ചക്ക അതിൻ്റെ കുറച്ചുകൂടെ ശരിയാവും. കിട്ടും കൂടെ അടിച്ച് കയറ്റും. അപ്പം ഇനി നമുക്കിത് ചേട്ടൻ പോസ് ചെയ്യും വേണ്ട. ഇതിങ്ങനെ അത് ഉറപ്പല്ലേ? ഇതിങ്ങനെ തൂക്കിയെടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അടിച്ച് സെറ്റാക്കിക്കുന്നത്. ബാ കാണാം. മൂത്ത ചക്കയാണേ. വരിക്കച്ചക്കയാണോ ചേച്ചി പറഞ്ഞത്? അല്ല, എനിക്കുണ്ടല്ലോ ഇതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയിട്ടുണ്ടല്ലോ, ഇത് കുറച്ചങ്ങ് പുളിക്കാൻ വെക്കണം. അതായത് ഇന്ന് തൊലി ചെത്തിയിട്ട് നാളെ ഇതിന് തൊലി കളഞ്ഞ് കഴിക്കണം. അപ്പം ആ പുളിയോട് കൂടിയുള്ള ഇതില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. കയറി പോകാൻ പറ്റുന്നു. ഇതേ ചെത്തുന്ന സമയത്ത് ഈ വാതലമില്ലാത്ത കത്തിയാണ് നല്ലതേ. വാഴയുള്ളത് വെച്ച് ചെത്തുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ചെത്താൻ പറ്റും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ചക്ക ചെത്തുന്നത്? ഇങ്ങനെയാണോ? ഇങ്ങനെ ചെത്തിയാണല്ലോ ഇത്ര വലിയ ചക്കയാണ് നല്ലത്. ചെത്തിയെടുത്ത് അപ്പം നമ്മുടെ ചക്ക ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുമില്ല, സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നറിയാവോ? വേണ്ട, ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിരിക്കണം. ഈ വെള്ളം ഒഴിച്ച് ചക്ക ഇങ്ങനെ നമ്മൾ കഴുകി കൊടുക്കും. ഇതെന്തിനാണെന്നറിയാവോ? നമ്മൾ ചക്ക മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അരക്കൊന്നും അങ്ങനെ വരാതിരിക്കും. കണ്ടോ, അരക്കിറങ്ങി പോകുന്ന കണ്ടോ? കണ്ടോ, നോക്കി നമ്മൾ വെട്ടിയെടുത്ത് നല്ല ഉണ്ടോ അരക്ക് കണ്ടോ? അപ്പോൾ ആ ചക്കയിലിരുന്നു അരക്ക അതിങ്ങനെ കഴുകി കൊടുക്കുന്നുണ്ട്. അതെ, കൈ കൊടുത്ത് കത്തൊന്നും കൂടെ തുടക്കം കൂടി എടുക്കുവാണ്. ഇതുണ്ട് അരക്ക് അത് കണ്ടാണ് തുടച്ചെടുത്തു. ഞാൻ തുടച്ച് സെറ്റാക്കി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അരക്കൊക്കെ ഇങ്ങനെ പോരും. പെട്ടെന്ന് പിടിച്ചൊത്തിരി ഇരിക്കത്തില്ല. അങ്ങനെ അവൻ്റെ അരക്കൊക്കെ തൂത്ത് നമ്മൾ കളഞ്ഞു കേട്ടോ. റെഡി ആയിട്ടുണ്ട്. കൊണ്ടുപോകണം. നമ്മൾ ചക്കക്കൂട്ടിനെ നമുക്കിത് കോടാലി വെച്ചിട്ട് മുറിക്കാം കേട്ടോ. എന്നപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു കിട്ടും. നല്ല സൂപ്പർ ചക്കയാ. ഇങ്ങനെ നമ്മൾ ചെത്തിയാലുള്ള ഗുണം കണ്ടോ? ഇത് കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും അരക്കൊന്നും പറ്റുന്നില്ല. ഇത് കണ്ടോ, പെട്ടെന്ന് ചകിണിയൊക്കെ അരച്ച് ചക്ക സെറ്റാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഇത് സൂപ്പറായിട്ട് മുഴുവൻ സ്മൂത്ത് ചക്കയാണ്. കണ്ടോ, നല്ലപോലെ പാടി ഉഴുന്നു പോകുന്ന കുരു കണ്ടോ, സൂപ്പർ സൂപ്പറായിട്ട് പെറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പെറുക്കിയെടുത്തിട്ട് കാണാം കേട്ടോ. ചക്ക പെറുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ കാര്യം ഓർത്തേ. അതായത് നമ്മൾ പെറുക്കുന്നതിനിടയ്ക്ക് ചക്ക തിന്നുമല്ലോ, ഞാൻ തിന്നും കേട്ടോ, പിള്ളേരും തിന്നുന്നപ്പോഴുണ്ടല്ലോ എൻ്റെ വീട്ടിലെ വലിയപ്പച്ചനെ ഇങ്ങനെ ഓടി വരുവേ. വന്നിട്ട് പറയും ഒരു ചക്കക്കൂരി ഇങ്ങനെ എടുത്ത് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ട് പറയും പകുതി കടിച്ചിടണമെന്ന് പറയും. ഇത് തിന്നാണ്ട് ഭയങ്കര കമർപ്പായിരിക്കും കേട്ടോ, എന്നാലും നമ്മളെ കൊണ്ട് തീറ്റിക്കും. എന്ന് വെച്ചാൽ ചക്ക തിന്നു കഴിഞ്ഞാൽ ഒത്തിരി തിന്നു കഴിഞ്ഞാൽ വയറുവേദന എടുക്കും.
അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചക്കക്കുരുവിന്റെ പകുതിയും കൂടെ തിന്നാൻ പറയും. ആ ചക്കയുടെ തന്നെ കുരുവിന്റെ പകുതിയും കൂടെ തിന്നാൻ പറയും. നിങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വലിയപ്പനൊന്നും ഇല്ല, മരിച്ചുപോയി. ഇത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. നമ്മളോട് വഴക്കുണ്ടാക്കും. ഞങ്ങൾ കടിച്ചിട്ട് ചവർപ്പ് കാരണം തുപ്പി കളഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പറയണം കേട്ടോ. നമ്മുടെ ചക്ക ഇത് ചെറുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അരക്കോ കാര്യങ്ങളൊന്നും ഇല്ല, സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ചക്ക അങ്ങനെ ശരിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മളിനി ചക്കയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെങ്ങനെ ആയിരുന്നു എനിക്കത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ ഒരു ചക്കയുടെ അകത്ത് വെക്കും, ഒരു ചക്കയുടെ കഴിക്കും. പിന്നെ ഒരു 2-3 ഇങ്ങനെ അടുക്കി വെച്ചിട്ടാവും കേട്ടോ ആദ്യം. അങ്ങനെ സെറ്റാക്കി കേട്ടോ. എനിക്കിവിടെ കയ്യുറയില്ലാതെ ഞാൻ അറിയുന്നത്. അപ്പം ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടായിരുന്നു. അത് നമുക്ക് നോക്കാൻ കാണാതെ. നല്ല പൊടിയുള്ള ചക്കയാട്ടോ, അതുകൊണ്ടുണ്ടല്ലോ നൈസായിട്ട് എന്നാ പറയണ്ടേ, വേകുമ്പോഴുണ്ടല്ലോ നല്ലതായിരിക്കും. വെള്ളം ചേർത്ത് വയ്ക്കണം. എനിക്ക് പൊടിയായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ചക്ക അരിയുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരുന്നു. ഇതിന് നല്ല സെറ്റ് കത്തിയല്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ചക്ക അരിയുന്നത് കേട്ടോ. നിങ്ങളുടെ അവിടെ ചക്ക അരിയുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണോ? എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ ചക്ക കീറിയിട്ട് വേവിക്കുന്നത് ഇഷ്ടം. ഇങ്ങനെ പിടിച്ചിട്ട് നടുവേ കീറി ഇങ്ങനെ പുറന്ന് കീറിയിട്ട് വേവിക്കും. എനിക്ക് പക്ഷെ അതല്ല ഇഷ്ടം. എനിക്ക് ഇങ്ങനെ വേവിക്കും, അരിഞ്ഞ് വേവിക്കണം. ഇത്തിരി വെള്ളമോയം ഉണ്ടാവണം, അതൊക്കെ എനിക്ക് ഇഷ്ടം. ഓരോരോ നാട്ടിലും ഓരോ രീതിയല്ല അല്ലേ. ഇപ്പം ഇന്ന് രാവിലെ കിട്ടിയ ചക്ക എന്തായാലും അമ്മക്കൂട്ടം എണ്ണിക്കുന്നതിന് മുന്നേ എനിക്ക് പണി തീർക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നും പെടുത്തി ചെത്തുവാണ്. അമ്മക്കൂട്ടനും അച്ഛയും കിടന്നുറങ്ങുക. അപ്പോൾ അവർ എണ്ണിക്കുന്നതിന് മുന്നേ പണി തീർക്കണം, തയ്ക്കാനുണ്ട്, കുറേ പണികളുണ്ട് എനിക്ക്. അപ്പം ഇപ്പോൾ നോക്കി ഞാൻ സ്പീഡിനത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കണ്ട നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ചക്ക അരിയുന്നത്. അപ്പോൾ ബൈ. ഇനി വേവിച്ച് കാണാം, വേവിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എനിക്ക് കാന്താരി ഇല്ല, എനിക്ക് അതാ പ്രശ്നം. കാന്താരി ഇടാൻ ഞാൻ മുളക് പൊട്ടിച്ച് കഴിച്ചത്. ഇവിടെ കാന്താരി അങ്ങനെ കിട്ടാനില്ല. അപ്പം ചീനി നിന്നിട്ട് ഞാൻ ഇന്നലെ പറിച്ച് മുളക് പൊട്ടിച്ച് കഴിച്ചു. ഇന്ന് ചക്ക കിട്ടുമെന്ന് കരുതിയല്ലോ. ഇനി തപ്പി നോക്കണോ ഉണ്ടോന്ന്. കാന്താരി ഇട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചിയുള്ളേ. ഓക്കെ, അപ്പം ഇനി വേവിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ.